മാതർമേ മധുകൈടഭഗ്നി അഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാ നിർമ്മിത ധൂമ്രലോചനമധേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മാഹാത്മ്യം തുടരുകയാണ്. മഹിഷാസുരനെ വധിച്ചതിന് ശേഷം ദേവന്മാർ ദേവിയെ സ്തുതിക്കണതാണ് പ്രകൃതം. ഇവിടെ ത്രൈലോക്യമേ തദഖിലം രിപുനാശനേന ത്രാതം ത്വയാ സമരമൂർധനിതേപി ഹത്യാ നീതാദിവം രിപുഗണാ ഭയമപ്യപാസ്തമസ്മാകം ഉന്മദസുരാരിഭവം നമസ്തേ. ഭഗവതി ഈ അസുരന്മാരെ വധിച്ചത് കൊണ്ട് രണ്ട് തരത്തിലുള്ളതായിട്ടുള്ള ലാഭം ഉണ്ടായി എന്ന് പറയുകയാണ്. പറഞ്ഞു നേരത്തെ. ഇനിയിപ്പോൾ രണ്ട് വിധത്തിലല്ല, അതിലും അധികം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. രിപുനാശനേന, ആ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരെ നശിപ്പിച്ചത് മൂലം, രിപുനാശനേന, രിപുക്കളുടെ നാശം ഹേതുവായിട്ട് അവരെ വധിച്ചത് കൊണ്ട്, ഏതത് അഖിലം ത്രൈലോക്യം ത്വയാ ത്രാതം. ഏതത് അഖിലം ത്രൈലോക്യം, ഈ ത്രൈലോക്യം മുഴുവനും രക്ഷിച്ചു എന്നുള്ളതാണ്. ത്രാതം, രക്ഷിക്കപ്പെട്ടു. ഈ അഖിലമായിട്ടുള്ള ത്രൈലോക്യവും ത്വയാ ത്രാതം, ദേവിയാൽ, അങ്ങയാൽ രക്ഷിക്കപ്പെട്ടു. അതായത് ദേവി ഈ മൂന്ന് ലോകങ്ങളെയും രക്ഷിച്ചു ഈ അസുരന്മാരെ വധിച്ചത് കൊണ്ട് എന്നുള്ളതാണ്. ഒരാൾക്കും രണ്ടാൾക്കും ഒന്നുമല്ല, ഈ മൂന്ന് ലോകത്തിലുള്ളതായിട്ടുള്ള സകല ജനങ്ങൾക്കും രക്ഷയായി ഈ അസുരന്മാരെ വധിച്ചത് കൊണ്ട് എന്നാണ്. ഏതത് അഖിലം ത്രൈലോക്യം, ഈ ത്രൈലോക്യം മുഴുവനും രക്ഷിക്കപ്പെട്ടു. ഇനി സമരമൂർധനി ഹത്യ, എവിടെ വച്ചിട്ടാണ് വധിച്ചത്? സമരത്തിൽ വെച്ചിട്ടാണ്. സമരത്തിന്റെ മൂർധന്യത്തിൽ, അതായത് ശിരസിൽ, സമരശിരസിലാണ്, സമരത്തിന്റെ ഇടയിലാണ് ഇവരൊക്കെ വധിക്കപ്പെട്ടത്. അപ്പം അതുകൊണ്ട് അവർക്കൊക്കെ സ്വർഗം കിട്ടി. സമരമൂർധനി ഹത്യ, സമരമൂർധാവിലുള്ളതായിട്ടുള്ള, അതായത് സമരത്തിന്റെ ഉഗ്രമായിട്ടുള്ള അവസ്ഥയിലുള്ളതായിട്ടുള്ള മരണം കൊണ്ട് ആ അസുരന്മാർക്കൊക്കെ സ്വർഗം കിട്ടി എന്നുള്ളതായിട്ടുള്ള രണ്ടാമത്തെ ഗുണം. ഒന്ന്, മൂന്ന് ലോകങ്ങളും രക്ഷിക്കപ്പെട്ടു എന്നുള്ളത്. പിന്നെ അസുരന്മാർക്കെല്ലാം സ്വർഗം കിട്ടി എന്നുള്ളത് രണ്ടാമത്തെ മെച്ചം. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്ന് പറയാണ്. രിപുഗണാഹാപി ദിവം ഗതാഹ എന്ന് പറഞ്ഞു. ഇനി ഉന്മദ സുരാരിഭവം അസ്മാകം ഭയം ച അപാസ്തം, ഞങ്ങൾക്ക് പേടിയില്ലാണ്ടേ, ദേവന്മാർക്ക് പേടിയില്ലാണ്ടേ. അസ്മാകം ഭയം അപാസ്തം, ഞങ്ങളുടെ ഭയം ഇല്ലാതാക്കപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു. ഞങ്ങൾക്ക് ഭയം ഇല്ലാണ്ടേ. എന്താണ് ഭയത്തിന് കാരണം എന്ന് ചോദിച്ചാൽ, ഉന്മദ സുരാഭിഭവം, ഉന്മദമായിട്ടുള്ള ഈ ഉന്മദന്മാരായിട്ടുള്ള ഈ അസുരന്മാര്, ആ അസുരന്മാര് സുരന്മാരെ ഉള്ളതായിട്ടുള്ള ഉന്മതമായിട്ടുള്ള അസുരന്മാർ മൂലം സുരന്മാർക്കുണ്ടായിട്ടുള്ളതായിട്ടുള്ള ഈ അഭിഭവം അവരെ തോൽപ്പിച്ചു എന്നുള്ളത്, അതും ഇല്ലാണ്ടായി ഇപ്പോ എന്ന് പറയാണ്. ആ ഉന്മതിച്ചതായിട്ടുള്ള അസുരന്മാര് സുരന്മാരെ, ദേവന്മാരെയൊക്കെ നിഷ്പ്രഭരാക്കി എന്നുള്ളതായിട്ടുള്ള ആ ദോഷവും ഇപ്പം ഇല്ലാണ്ടായി എന്ന് പറയാണ്. അസുരന്മാരൊക്കെ വധിച്ചുല്ലോ, അസുരന്മാരെയൊക്കെ വധിച്ചു. അപ്പം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ളതായിട്ടുള്ള മെച്ചം ഉണ്ടായി എന്നുള്ളതാണ്. അസ്മാകം, ഞങ്ങളുടെ ആ അസുരന്മാരെ കൊണ്ടുണ്ടായതായിട്ടുള്ള ഭയവും ഇല്ലാതായി എന്ന്. നമസ്തേ, ദേവിക്ക് നമസ്കാരം എന്ന് അതാ ശ്ലോകം അവസാനിച്ചു. ഇനി ശൂലേന പാഹി നോ ദേവി പാഹി ഖഡ്ഗേന ചാംബികേ ഖണ്ഡാസ്വനേന നപ്പാഹി ചാപജ്യാ നിസ്വനേന ചാ. ഇനിയും ഇങ്ങനെ എന്നെ രക്ഷിച്ചോളൂ എന്ന് പറയുകയാണ്. ശൂലേന പാഹി നോ ദേവി നഹ, ഞങ്ങളെ, മാമ്മ ആവാം നൗ അസ്മാൻ നഹ എന്നുള്ളതിൽ നഹ എന്നുള്ളതാണത്, ഞങ്ങളെ എന്നർത്ഥം. നഹ, ഞങ്ങളെ പാഹി, രക്ഷിച്ചാലും, അതായത് ഇനിയും ഞങ്ങൾക്ക് രക്ഷ വേണം എപ്പോഴും എന്നുള്ളതാണ്.
പാഹി നോ ദേവി ഖഡ്ഗേന, ഖഡ്ഗേന ഖഡ്ഗം കൊണ്ട്, എന്തുകൊണ്ടൊക്കെ ആയാലും വിരോധമില്ല എന്നുള്ളതാണ്. ഖഡ്ഗം കൊണ്ട് ഞങ്ങളെ രക്ഷിക്കാം. അതുമാതിരി അംബികയെ ശൂലേന, ശൂലേന പാഹി നോ ദേവി, ശൂലം കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും, പാഹി ഖഡ്ഗേന, ഖഡ്ഗം കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും. ഇനി അതൊന്നും വേണമെന്നില്ല. ഖണ്ഡാസ്വനേന, അങ്ങയുടെ ഈ വില്ലിന്മേലുള്ളതായിട്ടുള്ള ഖണ്ഡകള് മണികള് അതിൻ്റെ സ്വരം കൊണ്ട് തന്നെ രക്ഷിക്കാൻ പറ്റും. അതായത് ആ സ്വരങ്ങൾ കേട്ടാൽ തന്നെ അസുരന്മാർക്കൊക്കെ പേടിയാവും എന്നുള്ളതാണ്. ഖണ്ഡാസ്വനേന പാഹി, ആ ഖണ്ഡാസ്വനം കൊണ്ട് പാഹി രക്ഷിച്ചാലും. ചാപജ്യാ നിസ്വനേന ച, ചാപത്തിൻ്റെ ജ്യ ഞാണ്, ആ ഞാണിൻ്റെ സ്വരം കൊണ്ടും ഞങ്ങളെ രക്ഷിച്ചാലും. പ്രാച്യാം രക്ഷ പ്രതീച്യാം ച ബ്രാഹ്മണേന ആത്മശൂലസ്യ ചണ്ഡികേ രക്ഷ ദക്ഷിണേ. പ്രാച്യാം രക്ഷ പ്രതീച്യാം ച ചണ്ഡികേ രക്ഷ ദക്ഷിണേ ബ്രാഹ്മണേന ആത്മശൂലസ്യ ഉത്തരസ്യാം തഥേശ്വരി. ആത്മശൂലസ്യ ബ്രാഹ്മണേന, തൻ്റെ ശൂലം കറക്കിക്കൊണ്ട്, ആ ശൂലത്തിൻ്റെ കറക്കൽ കൊണ്ട്, ആ ശൂലത്തിൻ്റെ ഭ്രാമണം കറക്കൽ, ആ ഭ്രമണം ച കറങ്ങൽ, ഭ്രാമണം കറക്കൽ. ആത്മശൂലസ്യ ബ്രാഹ്മണേന, തൻ്റെ ശൂലത്തിൻ്റെ കറക്കൽ കൊണ്ട്, പ്രാച്യാം കിഴക്ക് ദിക്കിൽ ഞങ്ങളെ രക്ഷിക്കുക, പ്രതീച്യാം ച പടിഞ്ഞാറ് ദിക്കിലും ഞങ്ങളെ രക്ഷിച്ചാലും. പ്രാച്യാം രക്ഷ പ്രതീച്യാം ച, പ്രതീചിയിൽ പടിഞ്ഞാറ് ദിക്കിലും ഞങ്ങളെ രക്ഷിച്ചാലും. ചണ്ഡികേ രക്ഷ ദക്ഷിണേ, ദക്ഷിണേ തെക്കേ ദിക്കിലും, സർവ്വദിക്കിലും വേണം എന്നർത്ഥം. കിഴക്ക് ഞങ്ങളെ രക്ഷിക്കണം, പടിഞ്ഞാറ് ഞങ്ങളെ രക്ഷിക്കണം, തെക്ക് ഭാഗത്ത് ഞങ്ങളെ രക്ഷിക്കണം. അതേപോലെ ബ്രാഹ്മണേന ആത്മശൂലസ്യ ഉത്തരസ്യാം തഥാ ഈശ്വരി, തഥാ പ്രകാരം തന്നെ അല്ലയോ ഈശ്വരി, ഞങ്ങളെ ഉത്തരദേശത്തിലും രക്ഷിച്ചാലും. എവിടെയല്ല, എവിടെ വേണം എങ്കിൽ അവിടെയൊക്കെ ഞങ്ങളെ ഈ അങ്ങയുടെ ഈ ശൂലത്തിൻ്റെ ഭ്രമണം കൊണ്ട് രക്ഷിച്ചാലും എന്നർത്ഥം. സൗമ്യാനി യാനി രൂപാണി ത്രൈലോക്യേ വിചരന്തി തേ, യാനി ച അത്യന്തഘോരാണി തൈരസ്മൻ രക്ഷ സർവതഃ. സൗമ്യാനി യാനി രൂപാണി, ദേവിയുടെ സൗമ്യങ്ങളായിട്ടുള്ള പല രൂപങ്ങളുമുണ്ട്. അതായത് ദേവിക്ക് പല ഭാവങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ആ പല ഭാവങ്ങളും, ഓരോരോ ഭാവങ്ങളിൽ ദേവി സഞ്ചരിക്കുന്നുണ്ട്. ചില ദിക്കിൽ കാരുണ്യത്തോടു കൂടിയാണ്, ചില ദിക്കിൽ ക്രൗര്യത്തോടു കൂടിയാണ്. അങ്ങനെ ഓരോരോ ഭാവങ്ങളുണ്ട് ദേവിക്ക്. അപ്പം ആ എല്ലാ ഭാവങ്ങളെ കൊണ്ടും ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയുകയാണ്. യാനി രൂപാണി സൗമ്യാനി, സൗമ്യങ്ങളായിട്ടുള്ള ഏതെല്ലാം രൂപങ്ങൾ ദേവിക്കുണ്ടോ അതുകൊണ്ടെല്ലാം ത്രൈലോക്യേ വിചരന്തി തേ, അങ്ങയുടെ ത്രൈലോക്യത്തിൽ ഈ ലോകത്തിൽ 3 ലോകങ്ങളിലും അങ്ങയുടെ യാതെല്ലാം രൂപങ്ങളാണോ സഞ്ചരിക്കുന്നത്, സൗമ്യങ്ങളായിട്ടുള്ള രൂപങ്ങളാണെങ്കിൽ അങ്ങനെ. യാനിച അത്യന്ത ഘോരാണി, അത്യന്തം ഘോരങ്ങളായിട്ടുള്ള രൂപങ്ങളുണ്ട്. അതൊക്കെ ഏതെല്ലാം സൗമ്യ രൂപങ്ങളുണ്ടോ, ഏതെല്ലാം ഘോര രൂപങ്ങളുണ്ടോ അതുകൊണ്ടെല്ലാം തന്നെ തൈഹി, ആ രൂപങ്ങളെ കൊണ്ടെല്ലാം അസ്മാൻ രക്ഷ സർവതഃ, എല്ലാ ഭാഗത്തും കിഴക്കും തെക്കും വടക്കും പടിഞ്ഞാറും ഒക്കെ ഞങ്ങളെ രക്ഷിച്ചോളൂ എന്നാണ്. സർവതഃ അസ്മാൻ പാഹി, എല്ലാ ദിക്കിലും ഞങ്ങളെ രക്ഷിച്ചാലും. ഖഡ്ഗശൂല ഗദാദീനി യാനി ശസ്ത്രാണി തേംബികേ കരവല്ലഭസംഗീനി തൈ രക്ഷാസ്മാൻ തഥാ ഭുവം. ഇനി ഖഡ്ഗശൂല ഗദാദീനി, ഖഡ്ഗം വാള്, ഗദ ഗദ തന്നെ, ശൂലം ശൂലം, ഇങ്ങനെയുള്ളതായിട്ടുള്ള ആദീനി എന്ന് തുടങ്ങിയതായിട്ടുള്ള വാഹനങ്ങൾ അനവധി, അല്ല അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ, അനവധി ശസ്ത്രങ്ങളുണ്ട്, അനവധി ഭുജങ്ങളുണ്ട്, അതിലൊക്കെ ശസ്ത്രങ്ങളുണ്ട് അല്ലേ. അപ്പം അനവധി ആയുധങ്ങളുണ്ട് ദേവിയുടെ കയ്യിൽ. ഖഡ്ഗ ശൂല ഗദാദീനി, ഖഡ്ഗം ശൂലം ഗദ തുടങ്ങി യാനി ശസ്ത്രാണി തേ അംബികേ, അങ്ങയുടെ അല്ലയോ അംബികേ, അങ്ങയുടെ കരപല്ലവ സംഗീനി, കരപല്ലവങ്ങളിൽ സംഘത്തോടു കൂടിയ ചേർന്നുകൊണ്ട്, കൈകളിൽ അനവധി കൈകളുണ്ടെന്ന് പറഞ്ഞുല്ലോ, ആ കൈകളിലൊക്കെ ചേർന്നുകൊണ്ട് ഏതെല്ലാം ആയുധങ്ങളുണ്ടോ, യാനി ശസ്ത്രാണി, ഏതെല്ലാം ആയുധങ്ങളാണോ അങ്ങയുടെ കയ്യിൽ ഉള്ളത്, തേ കരവല്ലഭ സംഗീനി തൈഹി രക്ഷ അസ്മാൻ, ആ ആയുധങ്ങളെ കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും, എവിടെയാണെങ്കിലും ഞങ്ങളെ
രക്ഷിക്കണം അങ്ങയുടെ കയ്യിലുള്ളതായിട്ടുള്ള ആ ആയുധങ്ങളെ കൊണ്ട് എന്നാണ്. കരപല്ലവങ്ങളിൽ സംഖികളായിരിക്കുന്ന ചേർന്നിരിക്കുന്ന, കരകല്ലവം വെച്ചാൽ പല്ലവം പോലെയുള്ളതായിട്ടുള്ള കൈകൾ, മനോഹരങ്ങളായിട്ടുള്ള കൈകളിൽ ചേർന്നിരിക്കുന്നതായിട്ടുള്ള ആയുധങ്ങളെ കൊണ്ട് തൈഹി രക്ഷാസ്മാൻ, ഞങ്ങളെ അസ്മാൻ രക്ഷ, ആയുധങ്ങളെ കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും, അതുപോലെ തഥാ ഭുവം, ഞങ്ങളെ മാത്രമല്ല ഈ ലോകത്തെ മുഴുവനും രക്ഷിക്കണം, തഥാ ഭുവം, ലോകത്തെ മുഴുവൻ രക്ഷിച്ചാലും എന്ന്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.